രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാറുണ്ട്. മെയിൻ റീസൺ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടേ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഉള്ള ഒരു റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇന്ന് കംപ്ലീറ്റ് എങ്ങനെ നമ്മുടെ മോർണിംഗ് പ്ലാൻ ചെയ്യാം എന്നുള്ളതായിരിക്കും പറയുന്നുണ്ടാവും. പോൾ എൽറോഡിന്റെ മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ആൻഡ് ലൈഫ് കംപ്ലീറ്റ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 6 ഹാബിറ്റ്സ് കൃത്യമായിട്ട് ലൈഫിലേക്ക് കൊണ്ടുവന്നിരുന്നാൽ മതി. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഞാൻ ബൃങ്കന, ഹാബിറ്റ് ആൻഡ് ജേർണലിംഗ് തെറപ്പി കോച്ചാണ്. പ്രൊഡക്ടിവിറ്റി, ഹാബിറ്റ്, ജേർണലിംഗ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കറൻ്റ്ലി 5 AM ക്ലബ്ബ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് യു റിയലി ഇൻട്രസ്റ്റഡ് ഫോർ എ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബി എ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി. ബാക്ക് ടു ദ ടോപ്പിക്. നമ്മൾ ഇന്ന് മിറാക്കിൾ മോർണിംഗ് റൂട്ടീനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഇതിൽ വരുന്നത് 6 മേജർ ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണ്. ഈ 6 ഹാബിറ്റ്സിനെ നമുക്ക് സേവേഴ്സ് എന്ന് വിളിക്കാം. സേവേഴ്സിലെ എസ് എന്ന് പറയുന്നത് സൈലൻസ് ആണ്. സൈലൻസ് എന്ന് പറയുമ്പം നമ്മൾ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ നമ്മളും നമ്മളുടെ സെൽഫും മാത്രമുള്ള ഒരു സ്പേസ്. നമ്മൾ ഫോണും ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലാതെ രാവിലെ എണീറ്റ ഉടനെ കുറച്ച് സമയം ചുമ്മാ ഇരിക്കുക. ഒന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നിനെ പറ്റിയും ഓവറായിട്ട് തിങ്ക് ചെയ്യാതെ ജസ്റ്റ് വെറുതെ സൈലൻസിൽ അങ്ങനെ ഇരിക്കാം. ഇതാണ് ആദ്യത്തേത്. വരുന്നത് അഫർമേഷൻ ആണ്. സേവേഴ്സിലെ എ എന്ന് പറയുന്നത് അഫർമേഷൻ അഥവാ ദൃഢപ്രതിജ്ഞാവാചകം. കാര്യത്തിനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമുക്ക് തന്നെ തോന്നും, ആദ്യമൊക്കെ പറയുമ്പം ഞാൻ ഇങ്ങനെയാണോ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ പോലും ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ സെൽഫിന് തന്നെ തോന്നും, ഓക്കെ ഞാൻ അങ്ങനെയാണ് തോന്നുന്നു. കുറച്ചൊരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ കുറച്ച് നമ്മളെ തന്നെ ബിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവും. സോ അഫർമേഷൻ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നത് ഐ ആം റിച്ച്, ഐ ആം വെൽത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം പറയാന്നുള്ളതാണ്. ആൻഡ് അതിനെക്കാട്ടിലും ഞാൻ കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഫർമേഷൻസ് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും. അതായത് ഐ എം എ പേഴ്സൺ ഹു ഇസ് വെരി ഡിസിപ്ലിൻഡ്, അല്ലെങ്കിൽ ഞാൻ എന്നും വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ എന്നും നല്ല ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിരുന്നാൽ മതി. അത് കുറച്ചും കൂടെ പ്രാക്ടിക്കലി പെട്ടെന്ന് റിസൾട്ട് കൊണ്ടുവരുന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് വരുന്നത് വി ആണ്. വി ഫോർ വിഷ്വലൈസേഷൻ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എൻ്റെ പല കാര്യങ്ങളും ലൈഫിൽ നടന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം വേണം അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ആ ഒരു കാര്യം നേടണം എന്ന് തോന്നുന്ന സമയത്ത് ആ ഒരു എന്താണ് കാര്യം എന്ന് ജസ്റ്റ് അതിനൊന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മൾ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി നമുക്ക് മനസ്സിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. റീസൺ വേറെ ഒന്നുമില്ല, നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടുമ്പം നമ്മുടെ ബ്രെയിനിനെ നോക്കി ഇതാണ് നിനക്ക് വേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഫുൾ ധാരണ നമുക്ക് കിട്ടുകയാണ്. സോ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വരികയാണ് നമ്മുടെ ഗോളിനെ പറ്റിയിട്ടും, നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റുകയാണ്. നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കുക. എന്നിട്ട് നമ്മളുടെ ഡ്രീം ലൈഫ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അപ്പം നമ്മളുടെ എല്ലാ സെൻസസും ഇൻവോൾവ് ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു വീട് വെക്കണം എന്നാണ് ആഗ്രഹം. ഇങ്ങനെ ജസ്റ്റ് ഒരു വീട് വെക്കണം എന്നുള്ളത് തോട്ടിനെക്കാട്ടിലും എപ്പോഴും നമ്മൾ ആ ഒരു വീടിന്റെ കൃത്യമായിട്ട് എങ്ങനെയാണ് അത് വേണ്ടത് എന്നുള്ളതിന്റെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഈ സെൻസസും കൂടെ ഇതിലിടാം. അതായത് നമ്മുടെ ആ വീട്ടിലിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതായിട്ട്, അപ്പൊ ടേസ്റ്റ് വരാണ് അവിടെ, ടി വി കാണുന്നതായിട്ട്, ടി വി എന്നുള്ള സൗണ്ട് കേൾക്കുന്നതായിട്ട്, അതുപോലെ നമ്മുടെ ഒരു ഫേവറേറ്റ് പപ്പീനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിട്ട്, നമ്മൾ ആ ഒരു സ്പേസിൽ വളരെയധികം എൻജോയ് ചെയ്ത് ഇമോഷനോട് കൂടി തന്നെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ദിവസം ഒരു 5 മിനിറ്റ്സ് എങ്കിലും ചെയ്യുമ്പം നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ക്ലാരിറ്റി ഇങ്ങനെ കൂടി വരികയാണ്. നമുക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, നമ്മൾ അതിന് ഇമോഷനും കൂടി ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. 2 മണിക്കൂർ ജിമ്മിൽ പോയി അത്രയും വർക്കൗട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിനെ എടുക്കണ്ട. ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പം 10 മിനിറ്റോ 15 മിനിറ്റോ വരുന്ന ചെറിയ ആക്റ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ ജമ്പിങ് ജാക്സോ ഇങ്ങനത്തെ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നാൽ മതി. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഫുൾ എനർജിയിലാണ് എന്ന് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ഒന്ന് കൺവിൻസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുന്നതിനെക്കാട്ടിലും ഒന്ന് കുറച്ച് പ്രാവശ്യം ഒന്ന് ജമ്പൊക്കെ ചെയ്ത് നമ്മൾ ഫുൾ ആക്റ്റീവ് ആണ് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ആ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് വരുന്നത് റീഡിംഗ് ആണ്.
റീഡിങ്ങിലേക്ക് വരുമ്പം നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഇത്ര പേജ് ഞാൻ ഒരു ദിവസം വായിക്കും എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ മുന്നേ ഒരു 5 പേജ് വായിച്ചിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. സോ മോർണിംഗിൽ ആ ഒരു റൂട്ടീൻ്റെ സമയത്തും ജസ്റ്റ് ഒരു പേജ് ആണെങ്കിൽ ഒരു പേജ് എന്നുള്ള രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം. ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് ജേർണലിങ്. നമ്മൾ കുറേ കാര്യത്തിലൂടെയാണ് ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല ഇമോഷൻസ് ആയിരിക്കും. മേ ബി സങ്കടം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, ഓവർ എക്സൈറ്റ്മെന്റ് ഉണ്ടാകും, അതുപോലെ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ഒരു ദിവസം നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനൊരു ക്ലാരിറ്റി കൊടുക്കേണ്ടതായിട്ടില്ലേ? സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജേർണൽ ചെയ്യാം. സ്ക്രൈബിംഗ് ആണ് ലാസ്റ്റ് വരുന്ന കാര്യം. അത് തന്നെയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഫുൾ തോട്ട്സും ഫുൾ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. അപ്പൊ എഴുതുന്ന സമയത്തും നമുക്ക് വേണമെങ്കിൽ പ്രോംപ്റ്റുകൾ യൂസ് ചെയ്തിട്ട് എഴുതാം. അതായത് എന്താണ് നിന്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹൗ ഹൗ ദ ഡേ ഷുഡ് ബി, ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണം. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ എഴുതുമ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ എങ്ങനെ ഫീൽ ചെയ്യണം, എന്തായിരിക്കണം എൻ്റെ ഇമോഷൻസും, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പം ഇങ്ങനെയാണ് ഞാൻ ഫീൽ ചെയ്യാൻ പോണേന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വ്യക്തമായിട്ട് ഇതിനൊരു ക്ലാരിറ്റി കിട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ടാസ്കുകളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തു പോണ പോലെ നമുക്ക് കാണാം. അതുപോലെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ഇതിനൊരു സൊല്യൂഷൻ വേണം, നമുക്കത് ആരോടും ഷെയർ ചെയ്യാനൊന്നും തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്തും നമ്മളെ ഒട്ടും ജഡ്ജ് ചെയ്യാതെ നമ്മളെ കേൾക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ജേർണൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ പ്രോബ്ലംസ് എഴുതുക, ഒന്നും ചിന്തിക്കാതെ നമുക്ക് എന്താണോ വരുന്നത് അത് അതേപോലെ എഴുതാം. ജസ്റ്റ് പെന്ന് സ്റ്റാർട്ട് ചെയ്യുക, അത് അതേ ഫ്ലോയിൽ അങ്ങനെ എഴുതി പോവുക എന്നുള്ളതാണ്. അപ്പൊ എഴുതി 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 ഒരു പോയിന്റ് എത്തുമ്പം ഒന്നും കൂടി ഒന്ന് റീഡ് ചെയ്യുക, ഫസ്റ്റ് തൊട്ട് ഒന്നും കൂടെ വായിച്ച് നോക്കുക. എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ടാവും. ഓക്കെ, സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഒരു 7 ഡേയ്സ് നമ്മളുടെ അടുത്ത് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുക. അടുത്ത 7 ഡേയ്സ് ഞാൻ ഇത് ചെയ്യും ആൻഡ് ഓരോ ദിവസവും ട്രാക്ക് ചെയ്യാം. എൻ്റെ ദിവസം എങ്ങനെ പോകുന്നുണ്ട്, ഇതൊക്കെ ചെയ്യണ സമയത്ത് എൻ്റെ എനർജി ലെവൽ എങ്ങനെയുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഡു ലെറ്റ് മീ നോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ബി എ പാർട്ട് ഓഫ് എ ഫാമിലി. താങ്ക് യു സോ മച്ച്. ബൈ.